ഗുഡ് മോർണിംഗ് എവരി വൺ. സോ നമ്മളിന്ന് അപ്സൈഡിലേക്കാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ആദ്യം നമ്മളുടെ പ്രൈസ് സെലക്ട് ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ റീസൺ ഞാൻ ഉറപ്പായിട്ടും ഉടനെ തന്നെ പുറകിൽ പറയുന്നതായിരിക്കും. നമുക്ക് എന്തായാലും 1000 റേഞ്ച് അടുപ്പിച്ചുള്ള നമുക്കൊരു റേഞ്ച് പ്ലാൻ ചെയ്ത് വെക്കാം. ദെൻ അത്യാവശ്യം നമ്മൾ ജൂൺ മാസത്തെയാണ് പ്രീമിയം എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ചുകൂടി പ്രീമിയം കുറച്ച് ഹൈ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ദെൻ നമുക്കിവിടെ നിന്നും അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യുന്നത് അതിനുള്ള റീസൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ റീസൺ മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്യില്ല. കാരണം ഇന്നലെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പ് സൈഡ് മൂവ് ചെയ്തു, ഡൗൺ സൈഡ് മൂവ് ചെയ്തു, പിന്നെ ഒന്ന് അപ്പ് സൈഡ് പോയതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺഫോൾ തന്നെയായിരുന്നു. ദെൻ ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് അപ്പ് സൈഡ്, ദെൻ ഡൗൺ സൈഡ്, ഒന്ന് അപ്പ് സൈഡ് ചെയ്ത് പിന്നെ വീണ്ടും മാർക്കറ്റ് അതുപോലെ ഡൗൺഫോൾ ആവാൻ സാധ്യത കുറവാണ്. മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകുമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. സോ നമുക്കിവിടെ നിന്നും നമ്മൾ പ്ലാൻ പ്രകാരം നമുക്ക് അപ്സൈഡ് എൻട്രി മാത്രമേ പ്ലാൻ ചെയ്യുകയുള്ളൂ. അതിന് 55,000 എന്ന ലെവലിൽ നിന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റീറ്റെയിൽ സെല്ലേഴ്സ് അവിടെ വരും. അപ്പം അതിനുശേഷം നമുക്ക് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. ഇതാണ് നമ്മളുടെ ഒരു പ്രഡിക്ഷൻ. അത് കുറച്ചുകൂടി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യണം. 55,000 ലെവൽ ക്രോസ് ചെയ്ത് അതിന് താഴെയുള്ള സ്റ്റോപ്പ് ലോസ് നമുക്ക് അവൈലബിൾ കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പർ എൻട്രി എടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റാണ് കിട്ടുന്നത്. മാർക്കറ്റ് കുറച്ചുകൂടി ഒന്ന് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഫേവറബിൾ ആയിരിക്കും. കാരണം താഴെ ഡേ ഓപ്പണിംഗ് പ്രൈസ് ഉണ്ട്, ഒരു വിക്ക് താഴെയുണ്ട്. സോ അവിടെ വരെ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഫേവറബിൾ ആയിരിക്കും. അങ്ങനെ അല്ല എങ്കിൽ പോലും നമുക്ക് ഇനി കുറച്ച് റിസ്ക് എടുത്ത് നമുക്കിവിടെ എൻട്രി എടുക്കേണ്ടി വരും 55,000 താഴെ. ദെൻ ഇനി ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്കിവിടെ എൻട്രി എടുക്കാം. ആ ഗ്രീൻ ക്യാൻഡിൽ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് മാത്രമാണ് നമുക്കിനി വെയിറ്റ് ചെയ്യാനുള്ളത്. ദെൻ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ എൻട്രി പോയിൻ്റ് ആയിട്ടുണ്ട്. ദെൻ നോക്കാം, ഇനി ഒരു ക്യാൻഡിൽ കൂടി ക്രോസ് ചെയ്യുന്നത് വരെ മാത്രമേ നമുക്ക് പോയിൻ്റ് ചെയ്യാനുള്ളൂ. ഓൾറെഡി ഞാൻ എൻട്രി എടുക്കാൻ റീസൺസ് ഞാൻ പറഞ്ഞിരുന്നു. കാരണം മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇന്നലത്തെ പോലെ മാർക്കറ്റ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു തിയറി. ദെൻ നമുക്കിവിടെ എൻട്രി എടുക്കാം. ഓൾമോസ്റ്റ് നമ്മൾ എൻട്രി റേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഗ്രീൻ ക്യാൻഡിൽ അവിടെ സിഗ്നൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഗ്രീൻ ക്യാൻഡിലും കൺഫർമേഷൻ തന്നിട്ടുണ്ട്. നമുക്കിവിടെ എൻട്രി എടുക്കാം. ദെൻ നമ്മുടെ ഇവിടെ എൻട്രി ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് മാർക്കറ്റ് ഓപ്പോസിറ്റാണ് നമുക്ക് മൂവ് ചെയ്യുന്നത് ഇപ്പോൾ. കാരണം വളരെ വലിയൊരു ക്യാൻഡിൽ ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരിക്കലും ഫേവറബിൾ അല്ല. കാരണം നമ്മളുടെ പ്രഡിക്ഷൻ പ്രകാരം ഞാൻ പറഞ്ഞില്ല, കുറച്ചുകൂടി റിസ്ക് പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം ഡേ ലോ വരെ റിസ്ക് പോയിന്റ് ഉണ്ടായിരുന്നു. ആ റിസ്ക് നമ്മൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. നമുക്കിവിടെ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു 60 പോയിൻറ്റ്സ് നമുക്ക് സ്റ്റോപ്പ് ലോസ് മിനിമം വെക്കണം. പക്ഷേ ഇന്ന് പ്രീമിയം കുറച്ച് ഹൈ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മേ ബി നമ്മുടെ ടാർഗറ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ലോസും പെട്ടെന്ന് ഹിറ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഏക പാനിക് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് താഴെ ഒരു വിക്ക് അവൈലബിൾ ആണ്. അതായത് 1:1.5 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റേഞ്ച് മാത്രമേ നമുക്ക്, കാരണം ഇനി മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ മേ ബി പ്രീമിയം പ്രകാരം നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിന്നെ എക്സിറ്റ് ആക്കേണ്ടി വരും. കാരണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. ഇനി വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ പ്രഡിക്ഷൻ പ്രകാരം മാർക്കറ്റ് മുകളിലേക്കാണ് പോകേണ്ടത്. അതിന് പ്രോപ്പറായിട്ട് റീസൺ അവിടെയുണ്ട്. ദെൻ ഇനി മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അത്ര അത് ഫേവറബിൾ ആയിരിക്കില്ല. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, ഓൾമോസ്റ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടുത്ത് വരെ എത്തി നമുക്ക് പിന്നെ റിക്കവറി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം. കാരണം വൺസ് ആ നിഫ്റ്റി ബാങ്കിന് നമുക്ക് ഡേ ലോ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി താഴേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റാകും. പക്ഷെ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എക്സിറ്റ് ആകുന്നത് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് പിന്നെ നമ്മുടെ പ്രഡിക്ഷൻ മുകളിലേക്കാണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഒരിക്കലും പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയില്ല. നമ്മളിപ്പോൾ എങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ ടാർഗറ്റിനെയും സ്റ്റോപ്പ് ലോസിനെയും പ്രോപ്പറായിട്ട് റെസ്പെക്റ്റ് ചെയ്യണം. ഓൾമോസ്റ്റ് നമുക്ക് റിക്കവർ ആയിട്ടുണ്ട് ഇപ്പം. ഇതിന് ഈ മൊമെൻറ്റം ഒന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈസി ടാർഗറ്റ് ആയിരിക്കും ഇത്. ഓക്കെ, നമുക്ക് നോക്കാം. പക്ഷേ ഇനി ഒരിക്കൽ കൂടി മാർക്കറ്റിന് ഡൗൺ സൈഡിൽ പോകാൻ പാടില്ല. കാരണം ഓൾമോസ്റ്റ് റിറ്റെയിൽ സെല്ലേഴ്സ് വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് നമ്മൾ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മാർക്കറ്റ് നമ്മൾ പ്രഡിക്ഷൻ പ്രകാരം അപ്പ് സൈഡിലേക്കാണ് പോകേണ്ടത്. ഇനി മേ ബി കുറച്ചുകൂടി ഒന്ന് റിറ്റെയിൽ സെല്ലേഴ്സിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഡൗൺ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ആ ഒരു മൂവ്മെൻറ്റ് തന്നെ നമ്മൾ എക്സിറ്റ് ആവുകയും ചെയ്യേണ്ടി വരും. ദെൻ ഓൾമോസ്റ്റ് നമ്മളുടെ റേഞ്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെ നിന്ന് ഇനി താഴേക്ക് വരാൻ പാടില്ല. ഡേ ലോ ക്രോസിങ് വീണ്ടും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിത്ത് ഡ്യൂ റെസ്പെക്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് നമ്മൾ എക്സിറ്റ് ആകും അവിടെ. അതാണ് കറൻ്റ് ഉള്ളത് നമ്മുടെ പ്ലാൻ. നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. അത് മാത്രമേ ഉള്ളൂ. എൻട്രി പ്രോപ്പറായിരുന്നു. ബാക്കി എക്സിറ്റ് കൂടി നമുക്ക് വാച്ച് ചെയ്യാം. ദെൻ ഓൾമോസ്റ്റ്
നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ദെൻ വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളുടെ സ്ട്രാറ്റജി എല്ലാം പ്രോപ്പറായിരുന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യും. നമ്മൾ കുറച്ചുകൂടി ഏർലി എൻട്രി ആയിരുന്നു തന്നെ കരുതുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഫോളോ അപ്പ് എടുത്തു, ടാർഗറ്റും വെച്ചിരുന്നു. നമ്മളുടെ സ്റ്റോപ്പ് ലോസിൽ നമ്മളവിടെ എക്സിറ്റ് ആയി, അത്രയേ ഉള്ളൂ. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ ഫോളോ അപ്പ് എടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടി ഇത്രയും മാർക്കറ്റ് വരും നമ്മൾ കരുതിയില്ല. നമ്മൾ കുറച്ച് റിസ്ക് പോയിൻ്റാണ് എടുത്തത്. 55,000 താഴെ നിന്ന് നമുക്കൊരു കണ്ടിന്യൂസ് ഒരു റിവേഴ്സൽ ചെയ്യുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാകുമ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ മാർക്കറ്റ് നമുക്ക് ഫേവറബിളായിട്ട് മൂവ് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എൻട്രി കുറച്ച് മിസ്റ്റേക്ക് ആയിപ്പോയി, കുറേ ഏർലി എൻട്രി ആയിപ്പോയി. ദെൻ അത് ഇഷ്യൂ ഉള്ള കാര്യമല്ല. നമുക്ക് എന്താ പറ്റും, നമുക്ക് വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്ക് ഇത്ര തന്നെ വീഡിയോകൾ നിങ്ങളോട് പറയാനുള്ളൂ. സോ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.